Hi dear students, Database Management System and RDBMS Unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡാറ്റ മോഡൽ, ഡാറ്റാബേസ് മോഡൽ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ ഡാറ്റാബേസ് സ്കീമയും ഇൻസ്റ്റൻസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ വീഡിയോ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 സ്കീമ ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 സ്കീമ ആർക്കിടെക്ചറിനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ രണ്ട് ടോപ്പിക്കും എന്താണെന്നൊക്കെ നോക്കാം. സോ 3 സ്കീമ ആർക്കിടെക്ചർ. ദ 3 സ്കീമ ആർക്കിടെക്ചർ ഈസ് ഓൾസോ കോൾഡ് ANSI ഓർ സ്പാക്ക് ആർക്കിടെക്ചർ ഓർ 3 ലെവൽ ആർക്കിടെക്ചർ. സോ ഈ രീതിയിൽ ഇത് അറിയപ്പെടാറുണ്ട്, 3 ലെവൽ ആർക്കിടെക്ചർ. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് 3 ലെവൽസ്. സോ 3 ലെവലിലാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ആ 3 ലെവൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഫ്രെയിംവർക്ക് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എ സ്പെസിഫിക് ഡാറ്റാബേസ് സിസ്റ്റം. സോ ഇതിൽ നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഡാറ്റാബേസിനെ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ട്രക്ചർ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതിനെയാണ് ഇതിനെ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. The 3 schema architecture is also used to separate the user application and physical database. So physical database ഉം user application തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഈ 3 schema architecture ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതെന്താ നമുക്ക് വയ്യ മനസ്സിലാവും. സോ ദ 3 സ്കീമ ആർക്കിടെക്ചർ കണ്ടെയ്ൻസ് 3 ലെവൽസ്. ആ പേരുള്ള പോലെ തന്നെ അതിൽ 3 ലെവൽസ് ആയിട്ടാണ് നമ്മൾ ഈ ഡാറ്റാബേസ് ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ബ്രേക്ക് ദ ഡാറ്റാബേസ് ഡൗൺ ഇൻ ടു 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ്. സോ അങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡാറ്റാബേസ് നമുക്ക് 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഡിവൈഡ് ചെയ്യണം. അത് ഓരോന്നും ഓരോ പർപ്പസിനാണ്, ഓരോ ലെയറും ഓരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ അതിന് ഡാറ്റ ഇൻഡിപെൻഡൻസ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തിനാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ക്ലിയർ ആവുന്നു കൂടെ. ഓക്കെ, സോ ഓരോ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ 3 സ്കീമ ആർക്കിടെക്ചർ ഈസ് ആസ് ഫോളോസ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയും, വ്യൂ ലെവൽ എന്നൊക്കെ പറയാം അതിന്. ഈ മൂന്നിനും ഓക്കെ 3 പേരിൽ അറിയപ്പെടാറുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ് ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ലെവൽസ് ഒന്നിൽ കൂടുതൽ ലെവൽസ് ഉണ്ടാവും. എക്സ്റ്റേണൽ ലെവൽ 1, എക്സ്റ്റേണൽ ലെവൽ 2, അങ്ങനെ കുറേ ഉണ്ടാവും. അതിന് കാരണം ഓരോ യൂസർക്കും അനുസരിച്ചിട്ട് നമ്മുടെ ഡാറ്റാബേസിൻ്റെ വ്യൂ വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു ഡാറ്റാബേസ് യൂസറിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അത് ഒരു യൂസർ എ കാണുന്ന പോലെയല്ല യൂസർ ബിക്ക് കാണേണ്ടി വരിക. രണ്ടാളുടെയും പർപ്പസ് വ്യത്യാസം ഉണ്ടാവും. സോ ഓരോരുടെയും പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യൂ, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് ഒരു ഡാറ്റാബേസ് കാണുന്നുണ്ടാവുക. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ലെവൽസ് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടെണ്ണേ കാണിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലുണ്ടാവും, എക്സ്റ്റേണൽ ലെവൽസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയും, അല്ലെങ്കിൽ വ്യൂ സ്കീമ എന്നൊക്കെ പറയും. സോ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ അവിടെയാണ് യൂസേഴ്സ് ഇതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. യൂസർ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഓർ കൺസെപ്ഷൻ മാപ്പിംഗ് ഉണ്ടാവും. അവിടെ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഇവിടെയാണ് നമ്മൾ കാണുന്നത്, എക്സ്റ്റേണൽ ലെവലിലാണ് കാണുന്നത്. അവിടെ നേരെ അത് എന്താണ് നമ്മൾ റിക്വസ്റ്റ്, അത് നേരെ എവിടേക്ക് മാപ്പ് ചെയ്യും, കൺസെപ്ഷൻ ലെവലിലേക്ക് മാപ്പ് ചെയ്യും. ഇതാണ് കുറച്ചും കൂടി ഇന്നർ ലെവലാണത്. ഓക്കെ, സോ രണ്ടാമത്തെ ലെവലാണ് എന്ത് പറയുന്നത്, കൺസെപ്ഷൻ ലെവൽ. കൺസെപ്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വാട്ട് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളതും, അതേപോലെ നമ്മൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് കൺസെപ്ച്വൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവൽ. അതിൻ്റെയും ഇന്നറിലേക്ക് വരുന്ന ലെവലാണ് ഇൻറ്റേർണൽ ലെവൽ. അതായത് ഡാറ്റ ശരിക്കും സ്റ്റോർ ചെയ്യുന്ന സ്പേസിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറയുന്നതാണ് ഇവിടെ ഈ ഡാറ്റാബേസ് അതേപോലെ ഇൻറ്റേർണൽ ലെവലിൽ പറയുന്നത്. അവിടെ ഡാറ്റാബേസും അതുപോലെ ഡാറ്റ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇൻറ്റേർണൽ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, എക്സ്റ്റേണൽ കൺസെപ്ച്വൽ മാപ്പിംഗ്, അതേപോലെ കൺസെപ്ച്വൽ ഇൻറ്റേർണൽ മാപ്പിംഗ്. സോ നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുത്തു തന്നാൽ ആ മാപ്പ് അത് എക്സ്റ്റേണൽ ലെവൽ വ്യൂ ലെവലിലാണ് ഇതുണ്ടാവുക, യൂസർ കൊടുക്കുന്ന ഇക്വേഷൻ അയാൾ കാണുന്നത്. സോ ആ ലെവൽ നേരെ അത് എവിടേക്ക് പോകും, കൺസെപ്ച്വൽ ലെവലിലേക്ക് മാപ്പ് ചെയ്യും. കാരണം ഡാറ്റ ഉള്ളത് ഈ ഡാറ്റാബേസിലാണുള്ളത്, അത് കിട്ടാൻ വേണ്ടി നേരെ ഇവിടേക്ക് മാപ്പ് ചെയ്യും. ഇവിടുന്ന് അത് നേരെ എവിടേക്ക് മാപ്പ് ചെയ്യും, ഇൻറ്റേർണൽ ലെവലിലേക്ക് മാപ്പ് ചെയ്യും. അതാണ് കൺസെപ്ച്വൽ ഇൻറ്റേർണൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ എന്താണോ ഉള്ളത് അത് ഈ ഡാറ്റാബേസ് ഒന്ന് കിട്ടും, അത് നേരെ വ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ, ഒരു ഓവറോൾ വ്യൂ. ഇനി ഓരോ ലെവലും എന്താണെന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ടൊന്ന് നോക്കാം. സോ ഇൻ ദി എബോവ് ഡയഗ്രാം വിച്ച് ഷോസ് ദ DBMS ആർക്കിടെക്ചർ, ഡാറ്റാബേസ് DBMS ആർക്കിടെക്ചർ ആണ് കാണിച്ചത്. മാപ്പിംഗ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം ദ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ബിറ്റ്വീൻ വേരിയസ് ഡാറ്റാബേസ് ലെവൽ ഓഫ് ആർക്കിടെക്ചർ. നമ്മൾ തൊട്ട് മുമ്പ് രണ്ടും മാപ്പിംഗ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ മാപ്പിംഗ് എന്താണെന്നാണ് പറഞ്ഞത്. ഓക്കെ, റിക്വസ്റ്റും അതിന് റെസ്പോൺസും കാണിക്കുന്നതാണ് ബിറ്റ്വീൻ വേരിയസ് ലെവൽസ്. 2-3 ലെയർ ആയിട്ട് തിരിച്ചതിൻ്റെ അടുക്കുള്ള ആ ഡാറ്റ ട്രാൻസ്മിഷൻ റിക്വസ്റ്റും അതിനുള്ള റെസ്പോൺസുമാണ്. മാപ്പിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ സ്മോൾ ഡാറ്റാബേസ് ബിക്കോസ് ഇറ്റ് ടേക്സ് മോർ ടൈം. സോ ഡാറ്റാബേസിൽ മാപ്പിംഗ് എന്ന് പറയുന്നത്
ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നത് പ്രോപ്പർട്ടിയാണ്. സോ ചെറിയ ഡാറ്റാബേസിനൊന്നും അത് മാപ്പിംഗ് ഉണ്ടാവാറില്ല. ഓക്കെ, ഇൻ എക്സ്റ്റേണൽ ഓർ കൺസെപ്ച്വൽ മാപ്പിംഗ്, ഫസ്റ്റ് മാപ്പിംഗ് ആയിട്ട് മുകളിലത്, ഇറ്റ് ഈസ് നെസസറി ടു ട്രാൻസ്ഫോം ദ റിക്വസ്റ്റ് ഫ്രം എക്സ്റ്റേണൽ ലെവൽ ടു കൺസെപ്ച്വൽ സ്കീമ. അല്ലെ, നമ്മൾ എക്സ്റ്റേണൽ വ്യൂവിൽ കാണുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുത്താൽ നേരെ എന്തിലേക്ക് പാസ് ചെയ്യും, അതിൻ്റെ ഇൻറ്റേർണൽ ലെവലായിട്ടുള്ള കൺസെപ്ച്വൽ ലെവലിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കും. ആൻഡ് കൺസെപ്ച്വൽ ഇൻറ്റേർണൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ DBMS ട്രാൻസ്ഫോം ദ റിക്വസ്റ്റ് ഫ്രം കൺസെപ്ച്വൽ ടു ഇൻറ്റേർണൽ ലെവൽ, ഇന്നർ ലെയറിലേക്ക് ഇന്നർ ലെയറിലേക്ക് നമ്മൾ മാപ്പ് ചെയ്ത് പോകും. അത്രയും മീൻ ചെയ്തിട്ടുള്ളൂ. സോ ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും അകത്തുള്ള ലെവലാണ്, ഏറ്റവും ഇന്നർ ലെവലാണ് ഇൻറ്റേർണൽ ലെവൽ. ഓക്കെ, 3 ലെയറിൽ ഫസ്റ്റ് ലെവലാണ് ഇൻറ്റേർണൽ ലെവൽ. ദ ഇൻറ്റേർണൽ ലെവൽ ഹാസ് ആൻ ഇൻറ്റേർണൽ സ്കീമ വിച്ച് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. സോ ഫിസിക്കലി ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു, അതായത് ഡാറ്റാബേസ് ഉള്ള ആ സ്ഥലം അല്ലെ, അതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലെവൽ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ഫിസിക്കലി ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചെന്നുള്ളതാണ് ഇൻറ്റേർണൽ ലെവൽ നമ്മൾ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻറ്റേർണൽ സ്കീമ ഓൾസോ നോൺ ആസ് ഫിസിക്കൽ സ്കീമ. ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുക, ചിലപ്പം ഈ ഫിസിക്കൽ സ്കീമ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇറ്റ് യൂസസ് ദ ഫിസിക്കൽ ഡാറ്റ മോഡൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഹൗ ദ ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ദി ബ്ലോക്ക്. സോ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ബ്ലോക്ക് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ലെവൽ. അതായത് ഇൻറ്റേർണൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ ദി ഡാറ്റ വിൽ ബി സ്റ്റോർഡ്. നിങ്ങൾ ഹയർ ലെവൽ എക്സാമിനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഈസ് ഇൻ ദ ബ്ലോക്ക് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദി ഇൻറ്റേർണൽ ലെവൽ ഓർ കൺസെപ്ച്വൽ ലെവൽ ഓർ വ്യൂ ലെവൽ, ഏത് ലെവലിലാന്ന് ചോദിക്കും. സോ ഹൗ ദി ഡാറ്റാസ് ബി സ്റ്റോർഡ് എന്നുള്ളത് എവിടെയാണ്, ഇൻറ്റേർണൽ ലെവലിലാണ്. അത് ഓർത്ത് വെക്കുക. The physical level is used to describe complex level that data structure in details. അതായത് ലോ ലെവൽ ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണെന്ത് ഈ ഫിസിക്കൽ ലെവൽ ഓർ ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ലെവലാണ് എന്ത്, കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ ലെവൽ സ്കീമ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമ ഡിസ്ക്രൈബ് ദ ഡിസൈൻ ഓഫ് എ ഡാറ്റാബേസ് അറ്റ് എ കൺസെപ്ച്വൽ ലെവൽ. സോ കൺസെപ്ച്വൽ ലെവലിലുള്ള ഡാറ്റാബേസിൻ്റെ ഡിസൈൻ ആണ് ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്ന് ഇതിന് പറയാറുണ്ട്. ദ കൺസെപ്ച്വൽ സ്കീമ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദി ഹോൾ ഡാറ്റാബേസ്. സോ ഡാറ്റാബേസിൻ്റെ മൊത്തം സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ഈ കൺസെപ്ച്വൽ ലെവലാണ്. ദ കൺസെപ്ച്വൽ ലെവൽ ഡിസ്ക്രൈബ് വാട്ട് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. സോ തൊട്ട് മുമ്പ് പറഞ്ഞ ഇൻറ്റേർണൽ ലെവലാണെങ്കിൽ ഹൗ ദ ഡാറ്റ ടു ബി സ്റ്റോർഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, വാട്ട് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. സോ കൺസെപ്ച്വൽ ലെവലാണ് നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വാട്ട് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ കൊടുത്തത്. എക്സാമിന് ചിലപ്പോൾ മൺവേർഡൊക്കെ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ് ദാറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് എമംഗ് ദോസ് ഡാറ്റാസ്. സോ ഈ കൺസെപ്ച്വൽ ലെവലാണ് നമ്മൾ എന്ത് ഡാറ്റാബേസുകൾ തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡാറ്റാസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഏത് ലെവലാണ്, ഈ കൺസെപ്ച്വൽ ലെവലാണ്. In the conceptual level, internal details such as implementation of the data structure are hidden. So conceptual ലെവലിലുള്ള ആൾക്ക് അതിൻ്റെ ഇന്നർ ലെയറായിട്ടുള്ള ഇൻറ്റേർണൽ ലെവലിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതായത് എങ്ങനെയാണ് ഈ ഡാറ്റ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളത് അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ ഈ ഇൻറ്റേർണൽ ലെവലിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തത് എന്നുള്ളതും ആർക്കും കാണാൻ പറ്റില്ല. ഇതിന് തൊട്ട് മുകളിലുള്ള ലെയറിലുള്ള കൺസെപ്ച്വൽ ലെവലിൽ കാണാൻ പറ്റില്ല. അതായത് ഇൻറ്റേർണൽ ലെവലിൽ തൊട്ട് മുകളിലാണ് കൺസെപ്ച്വൽ ലെവൽ. സോ കൺസെപ്ച്വൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്ക് കാണാം, ഇൻറ്റേർണൽ ലെവലിൽ കാണാം. പക്ഷേ ഇൻറ്റേർണൽ ലെവലിൽ നടക്കുന്നതെല്ലാം ആർക്ക് അറിയാൻ പറ്റില്ല, കൺസെപ്ച്വൽ ലെവലിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അത് ഹയർ ലെവൽ ആയതുകൊണ്ട്. ഓക്കെ, പ്രോഗ്രാമേഴ്സ് ആൻഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വർക്ക് അറ്റ് ദിസ് ലെവൽ. സോ കൺസെപ്ച്വൽ ലെവലാണ് നമ്മൾ അപ്ലിക്കേഷൻ പ്രോഗ്രാമർ അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത യൂസേഴ്സും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏത് ലെവലിലാണ്, ഈ കൺസെപ്ച്വൽ ലെവലിലാണ്. സോ അവിടെയാണ് വാട്ട് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ലെയറാണ്, ഏറ്റവും പുറത്തുള്ള ലെയറാണ് എക്സ്റ്റേണൽ ലെവൽ. ആൻഡ് എക്സ്റ്റേണൽ ലെവൽ എ ഡാറ്റാബേസ് കണ്ടെയ്നിങ് സെവറൽ സ്കീമ ദാറ്റ് സംടൈം കോൾഡ് സബ് സ്കീമ. സോ എക്സ്റ്റേണൽ ലെവൽ ഞാൻ തൊട്ട് മുമ്പ് പിക്ചർ കാണിച്ചും പറഞ്ഞില്ല, അവിടെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് സ്കീമാസ് ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് യൂസർ. ഓരോ യൂസർക്ക് അനുസരിച്ചിട്ട് അവിടെ സ്കീമാസ് വ്യത്യാസം ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എന്ത്, സബ് സ്കീമ. The subschema is used to describe the different views of the database. So subschema എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിന് ഡിഫറെൻറ്റ് വ്യൂസ് കാണിക്കാനുള്ളതാണ്. ആൻഡ് എക്സ്റ്റേണൽ സ്കീമ ഓൾസോ നോൺ ആസ് വ്യൂ സ്കീമ. ഇതിനെ നമ്മൾ വ്യൂ സ്കീമ എന്നും പറയാറുണ്ട്. Each view schema describe the database part that
at a part that a particular user group is interested and hide the remaining data from that user group. So ഇതിൽ ഒരുപാട് വ്യൂസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, എക്സ്റ്റേണൽ ലെവൽ 1 എക്സ്റ്റേണൽ ലെവൽ 2 അങ്ങനെ ഉണ്ടെന്ന് പറയാൻ കാരണം ഓരോ യൂസർക്കും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ വ്യത്യാസം ഉണ്ടാകും. അതായത് ഓരോ യൂസർക്ക് അനുസരിച്ചിട്ട് ഡാറ്റയിൽ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റിലുള്ള വ്യത്യാസം ഉണ്ടാകും. കാരണം ഓരോരുത്തർക്കും വേണ്ട ഡാറ്റ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ഓക്കെ, സോ അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തു, ഞാൻ സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസ് എടുത്തു. ഇപ്പോൾ DBMS അതേപോലെ നിങ്ങൾ മാത്സ് 1 അതേപോലെ വേറെ ഒരു MUP അങ്ങനെ ഒരുപാട് പേപ്പറുകളുണ്ട് നിങ്ങൾക്ക് അല്ലേ. സോ അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാർക്ക്. ഇപ്പോൾ ഞാനൊരു യൂസറാണെന്ന് വിചാരിക്കുക, എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ DBMS പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ DBMSൻ്റെ മാർക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എങ്ങനെ മതി? സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, DBMS ഔട്ട്പുട്ട് അല്ലെ, DBMSൻ്റെ മാർക്ക് കിട്ടുന്നത് ഒരു വ്യൂ. ഇനി MUP പഠിപ്പിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അയാളുടെ സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം കിട്ടിയാൽ മതി നിങ്ങൾക്കുള്ള. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് നിങ്ങളെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, MUPയുടെ മാർക്ക് ആ ഒരു വ്യൂ കിട്ടും. സോ മൊത്തം ടേബിൾ എന്ന് പറയുന്നത്, സ്കീമ എന്ന് പറയുന്നത് നിങ്ങളെ റോൾ നമ്പർ, പേര്, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും. അതിൽ ഓരോരുത്തർക്കും ഓരോ യൂസർക്കും ഉള്ള ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്ക് ഒരു ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, the view schema describe the end users interaction with database system. So view schema അല്ലെങ്കിൽ external level എന്ന് പറഞ്ഞത് end users interaction ആണ് with the database. application level അല്ലെങ്കിൽ external നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ interaction ആണ് ഈ ലെവലിൽ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് 3 ലെവൽ. അത് നല്ലോണം നോക്കുക. മിക്കവാറും എക്സാമിന് ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ചോദിക്കാറുണ്ട്, 3 ലെവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ 3 ലെവൽ സ്കീമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പിക്ചർ വരയ്ക്കുക, അതിൻ്റെ നോട്ട് ഓരോ ലെയർ 1, ലെയർ 2, ലെയർ 3 എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഡാറ്റ ഇൻഡിപെൻഡൻസി ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളത് പേരിലാണ് ഇൻഡിപെൻഡൻസ് അല്ലേ, ഒന്നിനും മറ്റൊന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഡാറ്റ ഇൻഡിപെൻഡൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ യൂസിങ് 3 സ്കീമ ആർക്കിടെക്ചർ. സോ 3 സ്കീമ ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസി എന്നുള്ള ടോപ്പിക്. സോ ഡാറ്റ ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീയിങ് ഏബിൾ ടു മോഡിഫൈ ദ സ്കീമ അറ്റ് വൺ ലെവൽ ഓഫ് ദ ഡാറ്റാബേസ് സിസ്റ്റം വിത്തൗട്ട് ആൾട്ടറിങ് ദ സ്കീമ അറ്റ് ദി നെക്സ്റ്റ് ഹയർ ലെവൽ. ഏതാണെന്ന് പറഞ്ഞത്? നമ്മൾ 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഒരു ലെയറിലെ ഡാറ്റ ബേസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്കീമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് എന്തിന് എഫക്റ്റ് ചെയ്യില്ല? തൊട്ട് മുകളിലുള്ള ലെയറിനെ എഫക്റ്റ് ചെയ്യില്ല. അതായത് ഞാൻ ഫിസിക്കൽ ലെയർ അല്ലേ, മിഡിൽ ലെയർ, കൺസെപ്ച്വൽ ലെവൽ, വ്യൂ ലെവൽ. ഫിസിക്കൽ ലെയറിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ആരും എഫക്റ്റ് ചെയ്യില്ല, തൊട്ട് മുകളിലുള്ള ലെയർ ആയിട്ടുള്ള കൺസെപ്ച്വൽ ലെവലിനെയും വ്യൂ ലെവലിനെയും എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതേ സമയത്ത് കൺസെപ്ച്വൽ ലെവലിൽ ഒരു കാര്യം ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, എൻ്റെ സ്കീമയിൽ മാറ്റം വരുത്തിയാൽ അത് ആരും എഫക്റ്റ് ചെയ്യില്ല, തൊട്ട് മുകളിലുള്ള ലെയറിനെ എഫക്റ്റ് ചെയ്യില്ല. ഇതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസി പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ലെയറിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് തൊട്ട് മുകളിലുള്ള ലെയറിനെ എന്ത് ചെയ്യില്ല? എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് there are 2 types of data independence. One is logical data independence, second physical data independence. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഒരു ലോജിക്കലി ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നോക്കാം. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീയിങ് ഏബിൾ ടു ചേഞ്ച് ദ കൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ സ്കീമ. 3 ലെയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും അടിയിൽ ഇന്റേണൽ, കൺസെപ്ച്വൽ, എക്സ്റ്റേണൽ. സോ ഇവിടെ പറയുന്നത് എന്താണ്? ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നാൽ മിഡിൽ ലെവലിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് കൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ, രണ്ടാമത്തെ ലെയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള എക്സ്റ്റേണൽ ലെവലായിട്ടുള്ള എക്സ്റ്റേണൽ സ്കീമയിൽ അല്ലെങ്കിൽ വ്യൂ സ്കീമയിൽ എന്ത് ചെയ്യില്ല, അതിൻ്റെ എഫക്ട്സുകളൊന്നും വരില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് characteristics of being able to change the conceptual schema. Change the conceptual schema means middle level without having the change in the external schema. ഹയർ ലെവലായിട്ടുള്ള എക്സ്റ്റേണൽ സ്കീമയിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ മിഡിൽ ലെവലിലെ സ്കീമ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ലെവൽ ഫ്രം കൺസെപ്ച്വൽ ലെവൽ. സോ എക്സ്റ്റേണൽ ലെവലും കൺസെപ്ച്വൽ ലെവലും രണ്ടാക്കാനാണ് ഈ ഒരു ഡാറ്റ ഇൻഡിപെൻഡൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. If we do any change in the conceptual view of the data, then the user view of the data would not be affected. അതാണ് വ്യൂ ലെവലിലുള്ള ഡാറ്റയ്ക്കൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. കൺസെപ്ച്വൽ ലെവൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, അങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന കണ്ടീഷനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് occurs at users interface level. രണ്ടാമത്തെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് എന്ത്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കൺസെപ്ച്വൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് വെച്ച് നിങ്ങൾക്ക് ഇത്
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? എന്തായിരിക്കും? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എവിടേക്ക് ഒക്കർ ചെയ്യുക? ഫിസിക്കൽ ലെവലായിരിക്കും ഒക്കർ ചെയ്യുക. സോ ഫിസിക്കൽ ലെവലിൽ നമ്മൾ വരുന്ന ചേഞ്ചസ് ആരെ എഫക്റ്റ് ചെയ്യില്ല? അതിൻ്റെ തൊട്ട് മുകളിലെ ലെയർ ആയിട്ടുള്ള കൺസെപ്റ്റൽ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. Physical data independence can be defined as the capacity to change the internal schema without having the change in conceptual schema. അതായത് ഇന്റേണൽ ലെവലിൽ ഏറ്റവും താഴെയുള്ള ലെയറായ ഇന്റേണൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? കൺസെപ്റ്റൽ ലെവലിൽ എഫക്റ്റ് ചെയ്യില്ല. ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. If we do any changes in the storage size of the database system server, then the conceptual schema of the database will not be affected. അതായത് ഇന്റേണൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് ആരെ എഫക്റ്റ് ചെയ്യില്ല? അതിന് തൊട്ട് മുകളിലുള്ള കൺസെപ്റ്റൽ ലെവലിനെ എഫക്റ്റ് ചെയ്യില്ല. ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മീൻ ചെയ്യുന്നത്. സോ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കൺസെപ്റ്റൽ ലെവൽ ഫ്രം ദി ഇന്റേണൽ ലെവൽ. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഒക്കേഴ്സ് അറ്റ് ലോജിക്കൽ ഇൻ്റർഫേസ് ലെവൽ. ഓക്കെ, സോ നോക്കാം നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ 3 ലെയറിലെ എക്സ്റ്റേണൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് ഫിസിക്കൽ ലെവൽ. സോ 2 ഡാറ്റ ഇൻഡിപെൻഡൻസി ഉള്ളത്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിയും ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിയും. ആദ്യം ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേസിൽ ലോജിക്കൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക വിത്തൗട്ട് ഹാവിങ് എനി ചേഞ്ച് അറ്റ് എക്സ്റ്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവലിൽ സ്കീമയിൽ ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ നമുക്ക് ഈ ലോജിക്കൽ ലെവലിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതിനെയാണ് നമ്മൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഇവിടെയാണ് ഒക്കർ ചെയ്യുന്നത്, ഫിസിക്കൽ ലെവലാണ് ഒക്കർ ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഈ ഫിസിക്കൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, സ്കീമയിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, സ്റ്റോറേജ് സൈസിലൊക്കെ മാറ്റം വരുത്തിയാൽ അത് ആരെ എഫക്റ്റ് ചെയ്യില്ല? ഈ ലോജിക്കൽ ലെവലിനെ ഈ ലെയറിലുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യാതെ, ഈ ലെയറിലുള്ള ആർക്കിടെക്ചറിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അതിനാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇതാണ് ഇന്നത്തെ മെയിനായിട്ട് ഡിസ്കഷൻ. ചെറുതാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് 3 ലെവൽ ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണത് പിക്ചറിക്കലി ഒക്കെ വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.